പല വീഡിയോകളിലും ഞങ്ങൾ കണ്ടു കോഴിക്കോട് ഏറ്റവും നല്ല മന്തി അവിടെ കിട്ടും. ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ റീപ്ലൈ കൊടുത്തിട്ടുള്ളത് സൂഫി മന്തിയിൽ കിട്ടും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂഫി മന്തിയിലെത്തി മന്തി കഴിക്കാനായി. ഇനി കാണും എന്ത് സംഭവിച്ചു എന്ന്. ഫസ്റ്റ് ഞങ്ങൾ താഴെ നിന്ന് കൈ കഴുകി ഞങ്ങൾ നോക്കുമ്പോൾ താഴെ സീറ്റൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയി. മുകളിലേക്ക് കയറി രണ്ടാക്കുള്ള സീറ്റ് കിട്ടി. ഞങ്ങളവിടെ ഇരുന്ന സമയം ഒരു 7:36. ഇരുന്നതിന് ശേഷം എടുത്ത ഫോട്ടോ ആണ് ഇപ്പം കാണുന്നത്. ആ ഫോട്ടോ എടുത്ത സമയം 7:36. അങ്ങനെ പ്ലേറ്റ് കൊണ്ടുപോയി വെച്ചതിന് ശേഷം കേട്ടോ 7:36. എന്നിട്ട് ആരും വന്നില്ല. അതായത് ആളൊക്കെ വന്നു, പക്ഷെ ഓർഡർ എടുക്കാൻ ആൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കി. അങ്ങനെ ഓർഡർ എടുക്കാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മേത്ത് ഇങ്ങനെ വെള്ളം തെറിച്ചു. പേടുന്ന വെള്ളം തെറിക്കാൻ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ നോക്കി മുകളിലോട്ട്. ഓർഡർ എടുക്കാനൊക്കെ ലേറ്റായിട്ട്, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ, ലേറ്റ് ആയല്ലോ ഓർഡർ എടുക്കാനൊക്കെ. അപ്പോൾ നമ്മൾ രസം ചൂടായി ഇങ്ങനെ നിൽക്കായിരിക്കും. അപ്പോൾ നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് AC വെള്ളം പോകണം, അതുകൂടെ തന്നെ വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് നമ്മളെ തണുപ്പിച്ചതാണ്. പിന്നെ മനസ്സിലായത് സൂഫിക്ക് ഇത്രയും നല്ല സൗകര്യം അവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ 7:50 ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനത്ര സമയമൊന്നും ആയില്ല. പൊതുവേ ഞാൻ അങ്ങനെ മയോണൈസ് തിന്നില്ല. ഫുഡ് ഇങ്ങനെ വരാൻ ലേറ്റ് ആകുന്നതനുസരിച്ച് മയോണൈസ് ഇങ്ങനെ ഓരോ സ്പൂൺ ഇങ്ങനെ തോണ്ടിയിടും. അതിങ്ങനെ മെല്ലെ ഇങ്ങനെ കഴിക്കും. എന്തായിക്കൊക്കെ ഫുഡ് കഴിക്കാൻ ഇരുന്നില്ലേ. 8:03 ഫുഡ് വന്നപ്പോഴുള്ള ഫോട്ടോ ആണിത്. ഫുഡ് കുഴപ്പമൊന്നുമില്ല. ഫുഡ് അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. എന്താ പറയുക, ഭയങ്കര സംഭവമല്ല. നമ്മൾ വാങ്ങിയ നോർമൽ അൽഫാമാണ്, കുഴപ്പമില്ലാത്ത അൽഫാം തന്നെയാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു മന്തി ഉണ്ടല്ലോ, ഇത് ചെറിയൊരു സ്മോക്കി ചോള്ള മന്തി, ആ മന്തിയായിരുന്നു. കുഴപ്പമില്ല, അടിപൊളി. നല്ല ചൂടുണ്ടാണ്. ഞാൻ മറക്കി എങ്ങനെയുണ്ട്? റൈസോ സാധാ കോഴിക്കോട് ഫ്ലേവറുണ്ട്. റൈസിൽ പുകന ഫ്ലേവർ ഉണ്ട് അല്ലേ? സ്മോക്കി ചെറുതായിട്ട്. ബില്ലൊന്നും എടുത്ത് പിന്നെ ഓർഡർ എടുക്കാൻ മാത്രം ലേറ്റ് ആയല്ലോ കേട്ടോ. ബാക്കി കാര്യമൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. പെട്ടെന്ന് വന്ന് പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ വെച്ച് തന്ന് അതുപോലെ തന്നെ ക്ലീൻ ആക്കണമുണ്ടാവും. വളരെ സ്പീഡ് ക്ലീനിങ്ങാണ്. പിന്നെ ഇത് ഞങ്ങളോട് കളിപ്പിച്ചിട്ട് ചെയ്തൊന്നാവില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ മറ്റു സ്ഥലത്ത് സപ്ലയർ പോയിണ്ടാവും. അവിടെ സപ്ലയർമാരുടെ എണ്ണമൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ആളാവശ്യത്തിന് സപ്ലയറൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു വീഴ്ച പറ്റി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റായി. എന്താ ചെയ്യുക, നല്ല ഫുഡ് പൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.